ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഫോർ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ +1 ഫിസിക്സ് എക്സാമാണ് മക്കളെ നിങ്ങൾക്കിനി നെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഓക്കെ, ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ശരിക്കുള്ളൊരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ മാത്സിൻ്റെ എക്സാം അടിപൊളി ക്വസ്റ്റ്യൻ ആണ് എന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓൺലൈൻ വന്ന സമയത്ത്, ഓൺലൈൻ ഇങ്ങനെ നോക്കിയ സമയത്ത് ഒന്നാലും മോശമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു NCERT മാത്രം പഠിച്ചവർ അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയറും അതിൽ ഹാഫ് ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, ഈവൻ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അതൊക്കെ വർക്കൗട്ട് ചെയ്ത് പോയൊരു കുട്ടിക്ക് അതെല്ലാം പഠിച്ചു വിചാരിക്കുക, എല്ലാം പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ പോലും ഒരു ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ നല്ലോണം കവർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ A+ ഒക്കെ മേ ബി കിട്ടിയേക്കാം. ബട്ട് ഓൾമോസ്റ്റ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നിരാശയാണ്. കുറേ കുട്ടികൾ ഓൾമോസ്റ്റ് കുട്ടികൾ പറഞ്ഞത് തന്നെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്, സാറ് ഫെയിലാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്, എങ്ങനെ ജയിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലെ തന്നെ ഫിസിക്സ് ആകോ, അതാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം. ഫിസിക്സ് ഇതുപോലെ വരുമോ സാർ, നമ്മളിത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് മക്കൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്സിൻ്റെ ടീച്ചേഴ്സൊക്കെ സംസാരിച്ചിട്ടാണ് ഈ ഒരു അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. കാരണം അവർ കുറേ നാളായി ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സാധനം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ടോപ്പിക്ക് മാത്രമേ ജസ്റ്റ് നോക്കി, ഓക്കെ അതുമായി ബന്ധപ്പെട്ട് 2-3 പ്രോബ്ലംസ് ഒക്കെ നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെറുങ്ങനൊക്കെ നോക്കിയിട്ടൊക്കെ പോയ കുട്ടിക്ക് ഈ ഒരു മാത്സിൻ്റെ എക്സാം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പറഞ്ഞു വരുന്ന മക്കളെ, ഫിസിക്സ് ഇങ്ങനെ ആവും ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ എപ്പോഴും അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ +2 കുട്ടികളോട് ചോദിച്ചാൽ മതി. ഓക്കെ, +2 കുട്ടികൾ ഹിസക്കിനാ ചെയ്ത ഈ സമയത്തിന് പറഞ്ഞൊരു കാര്യമാണ് മക്കൾ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശരിക്കും മനസ്സിലാക്കിക്കോ, ശരിക്കും നിങ്ങൾ കോൺസെപ്റ്റ് നല്ല ആക്കിക്കോ. അല്ലാതെ വെറുതെല്ലോ കുറച്ച് പഠിച്ച് ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ച് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് ഇറങ്ങേണ്ടി വരും. അല്ലാതെ കുറേ ലൈവുകൾ പറയുന്ന ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചിട്ട് പോയിട്ട് പണി കിട്ടിയില്ലേ, ഇനി അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളോട് അങ്ങനെ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടതാണ്. നിങ്ങൾ NCERT കാലയ്ക്ക് കുടിക്കേണ്ടതായിരുന്നു. ശരിക്കും പഠിച്ച് അതിൽ ചെറിയൊരു ഞാൻ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം പറയുന്നുണ്ട്. നല്ലോണം പഠിച്ചൊരു കുട്ടിക്കാണ് ട്രിഗണോമെട്രിയൊക്കെ കുറച്ചൊന്ന് പണിയാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ അടിക്കാൻ വേണ്ടി കുറച്ച് പണിയൊക്കെ മാത്സിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള മക്കളെ, നിങ്ങൾ ശരിക്കും പഠിക്കുന്ന കാര്യത്തിൻ്റെ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഉറപ്പിക്കുക, താറോവാക്കുക, വേറൊന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയോ, +1 ഫിസിക്സ് നിങ്ങൾ അടിപൊളിയാക്കും, ഞാൻ 100% ഗ്യാരണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസുകളായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് വന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പ്രീവിയസും ഇനി വരാൻ ചാൻസ് ഉള്ളതും റെയറും എൻട്രൻസ് ഫോർമാറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇനിയുള്ള വീഡിയോസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇന്ന് ലോസ് ഓഫ് മോഷൻ്റെ ഒരു സ്ലൈഡിനായിട്ട് കാണിച്ചു. ഞാൻ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് പ്രൈവറ്റിൽ കിടക്കുകയാണ്. ഞാൻ എന്ത് ടൈമിനനുസരിച്ച് അത് പബ്ലിക് ആക്കി തരാം. അപ്പോൾ ഞാൻ ലോസ് ഓഫ് മോഷൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 100%. എന്ത് ടഫ് വന്നോട്ടെ, ഫിസിക്സ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും, ഫിസിക്സ് നിങ്ങൾ ഫുൾ അടിച്ചിട്ടുണ്ടാവും, ക്ലിയർ ആകുന്നുണ്ടോ. അല്ലാണ്ട് ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ആ ഒരു പാഠം പഠിച്ചിട്ട് നിങ്ങൾ ഫിസിക്സിലേക്ക് കാരിക്കോ മക്കളെ. കഴിഞ്ഞ കൊല്ലത്ത് 2 കൊല്ലത്ത് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ. ഈ മാത്സിന് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഫിസിക്സ് 2 കൊല്ലമായിട്ട്, കഴിഞ്ഞ 2 ഇയേഴ്സ് എന്ന് പറയണം, അതിന് മുമ്പൊക്കെ ഉണ്ട്, ബട്ട് കഴിഞ്ഞ 2 ഇയേഴ്സ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫിസിക്സിൻ്റെ കേസിൽ വരുന്നില്ല. ടഫാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും 90% ടഫ് തന്നെയാണ് ഉണ്ടാവുക. ബട്ട് ആ ടഫിന് ഈസി ആക്കാനുള്ള പണികൾ നിങ്ങൾ ചെയ്തോ മക്കളെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലോസ് ഓഫ് മോഷൻ്റെ കേസ് കാണിച്ചു തരാം. ഞാൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നില്ല, ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ്റെ കേസിലാണോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനാണ് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. ഇത് എല്ലാ ലെവലിലുള്ള കുട്ടിക്കും കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ എല്ലാ കുട്ടിയും പഠിക്കേണ്ട ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ലെവൽ റോഡ്, ബാങ്ക് റോഡ്, ഇതിനൊരു എക്സാമ്പിളാണ് കേട്ടോ. നമുക്ക് ചാപ്റ്റർ വൈസ് വരാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. രണ്ടാമത് എന്താണ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഡോണ്ട് വെറി, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളിത് മാത്രം പഠിക്കണം എന്നല്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇത് പഠിച്ചിട്ടായിരിക്കണം മറ്റേ പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ വരുന്നുണ്ട്. ഡോണ്ട് വെറി. ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, മൊമെൻറ്റം കൺസർവേഷൻ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ തേർഡ് ലോ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റായിട്ട് പഠിക്കുക. കഴിഞ്ഞു. ഓക്കെ, ഞാൻ ടോപ്പിക് വൈസ് നമുക്ക് പിന്നീട് വരാം. ഇമ്പൾസ് എന്താണ്, ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണെന്ന് മാത്രമേ ചോദിക്കൂ. പക്ഷേ അതിൻ്റെ പ്രൂഫ് പഠിക്കണം. ഫിസിക്സ് സംബന്ധിച്ചിട്ട് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻറ്റാണ്, പ്രോബ്ലംസ് ഇമ്പോർട്ടൻറ്റാണ്, 1 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി എൻട്രൻസ് ലെവലും കൂടി ഞാൻ എൻ്റെ വീഡിയോസുകളായി പറയുന്നുണ്ട്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ മാത്രമല്ല, തേർഡ് ലൈൻ, ഫസ്റ്റ് ലൈനും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ക്ലിയർ ആണോ. ഓക്കെ, ഞാൻ ചാപ്റ്റർ വൈസ് ഇത് വരാട്ടോ. അതാ പ്രോബ്ലം വരുന്നുണ്ടോ, പ്രോബ്ലം കണ്ട ഒരു മോഡൽ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ആണ് കേട്ടോ. ഇനി കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻ ഇസ് എ നെസറി ഈവിൾ, എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ നെസറി ഈവിൾ എന്ന് വിളിക്കാൻ കാരണം, ഒരു
കോൺസെപ്റ്റിൽ അവിടെ വന്നിട്ടുണ്ട്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോൺസെപ്റ്റിൽ തിയറി ക്വസ്റ്റ്യൻസ് വന്നിട്ടതാ. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു മോഡൽ പ്രോബ്ലം, റീകോയിൽ ഓഫ് ഗണ്ണിൻ്റെ അവിടെ നിന്ന് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം. ഓക്കെ, ദെൻ എന്താ മറ്റൊരു കോൺസെപ്റ്റിൽ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഇമ്പൾസ് മൊമെൻറ്റും തിയറിയുമായി ബന്ധപ്പെട്ട ഇമ്പൾസിൻ്റെ കേസ് പറയുന്നില്ല, ആ ഒരു കേസ്. പിന്നെ നിങ്ങൾ നോർമലി വരുന്ന 1 വേർഡ് സെഷൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അത് നല്ല ക്വാളിറ്റി 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ലോസ് ഓഫ് മോഷൻ എടുത്തുമ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതുണ്ടോ? ഇതൊക്കെ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി എന്തെങ്കിലും ഈസി ആയിക്കോട്ടെ, നമ്മൾ ഈ ലെവൽ പഠിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാവുക? ഇതാ വേറെ കോൺസെപ്റ്റിൽ നല്ല കിഡിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇതാ ഇങ്ങനെ നിങ്ങൾ ചാപ്റ്ററിന് പഠിച്ചോ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ, ലോസ് ഓഫ് മോഷൻ 100% ഫുൾ അടിക്കും മക്കളെ, ഫുൾ അടിക്കും. ഞാൻ പറഞ്ഞു വരുന്നൊരു സാമ്പിളാണ് കേട്ടോ. ഇതുപോലെ മറ്റുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, മാത്സ് വന്ന പോലെ ഫിസിക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തകർക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു വരും, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ആ മനസ്സിലാക്കിയത് നിങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കുക. എസ്പെഷ്യലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനും ഡെറിവേഷൻസ് ചെയ്യാനും ഇതൊക്കെ നിങ്ങൾ ഏബിളായിരിക്കണം. അതുപോലെ 1 മാർക്ക് സെഷൻസും നല്ലോണം ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. വേറെ ഒരു പേടി നിങ്ങൾ ഫിസിക്സിൻ്റെ കേസിൽ പേടിക്കേണ്ടതില്ല, വേറൊന്നും പഠിക്കേണ്ടതില്ല. ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും മക്കളെ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഷുവർ നിങ്ങൾക്ക് ഈ രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്ത് NCERT എക്സസൈസ് ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ കേസിൽ ഇൻസൈഡിൻ്റെ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അത് ആഡ് ചെയ്താൽ മതിയായിരുന്നു. പോട്ടെ, ലോസ് ഓഫ് മോഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിരാശപ്പെടേണ്ട. മാത്സ് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഓൾമോസ്റ്റ് കുട്ടികൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ അബദ്ധം നിങ്ങൾ ഫിസിക്സിൽ വരുത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചല്ല. അപ്പോൾ നിങ്ങളൊരു സങ്കടം, ഓക്കെ, അതും എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പോട്ടെ, ഇനി പ്രശ്നമില്ല. നിങ്ങൾ ഫിസിക്സ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇനി അത് വെച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ല കേട്ടോ. ഓക്കെ, ഇനി അതിന് മാർക്ക് കിട്ടും അങ്ങനത്തെ ഒന്നും നോക്കണ്ട. നിങ്ങൾ അതിനെക്കുറിച്ച് നോക്കണ്ട. അതിന് ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഇനി ഫിസിക്സ് നല്ല രീതിയായിട്ട് പഠിക്കാൻ നോക്കുക. കുറച്ച് ദിവസങ്ങളുണ്ട്. ഇനി ഒന്നും മെനക്കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും മക്കളെ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാണ്. ഷുവർലി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞാൻ ഫ്രീ ആണെന്നനുസരിച്ച് സപ്പോർട്ടാക്കി തരാം. ക്ലിയർ ആണോ? അതിൽ പ്രീവിയർ ക്വസ്റ്റ്യൻസും ബാക്കി പ്രീവിയർ മാത്രമല്ല, നമ്മളൊരു പ്രീവിയർ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതാണ് മറ്റൊരു പ്രശ്നം. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയർ ക്വസ്റ്റ്യൻ അതേപോലെ കാണാപ്പാടം പഠിക്കും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളത് പഠിക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. ഞാൻ എൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലോ പ്ലേലിസ്റ്റിൽ. +1 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ ഒരു ഓപ്ഷൻ വരുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയും കഴിഞ്ഞു. പിന്നെ എന്തിന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂളായിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നും 1 to 14, അത് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മുതൽ വേവ്സ് വരെയുള്ള എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഇമ്പോർട്ടൻറ്റ് ഓൺലി ആണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചാപ്റ്റർ വൈസ് ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾക്കും ഡബിൾ പാസും എല്ലാം ഡബിൾ മാർക്ക് വേണ്ട കുട്ടികൾക്കും എല്ലാ രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് സെറ്റാക്കാം. ഇനി ഒന്നും പഠിക്കാത്ത കുട്ടിയാണ് പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പാസ്സാക്കി തന്നിരിക്കും. ഇനി ഫുൾ മാർക്ക് പ്രതീക്ഷ കുട്ടികളാണ് മക്കളെ, നിങ്ങളെ ഫുൾ അടുപ്പിച്ച് തന്നിട്ടുണ്ട്. ഡബിൾ പാസ്സാണ് നിങ്ങൾക്ക് വേണ്ട, അതിനെ തന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന പോലെയായിരിക്കും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യുമ്പോണ്ടല്ലോ നൈസായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 50 ക്വസ്റ്റ്യൻസുമായിട്ട് +1 ഫിസിക്സിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മക്കളെ. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.